നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മാത്രം പാർക്കിന് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഉന്തുവണ്ടി, കുട്ടികൾ ഉപയോഗിച്ചു പോയ റോബോട്ട്, പലതരം ആക്രി സാധനങ്ങൾ, കുപ്പികൾ, ബൈക്ക്, തുരുമ്പെടുത്ത ഫ്രിഡ്ജ്, പഴയ ബൾബ്, കമാനങ്ങൾ എന്നിവയൊക്കെയാണ് പെയിന്റ് അടിച്ചു മനോഹരമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തരംതിരിച്ചെടുക്കുകയായിരുന്നു. മാലിന്യമുക്ത നഗരം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവ്വർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ പണി നടക്കുന്നത്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് സ്വച്ഛ് സർവേക്ഷൻ 2026 ഭാഗമായിട്ടാണ്. കുറച്ചുകൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്, ഫിനിഷിംഗ് വർക്കുകളോട് ബാക്കിയുണ്ട്. ഇപ്പോൾ ഇത്രയും പണികൾ നടന്നതിന് ഏകദേശം 2 ആഴ്ച സമയം എടുത്തിട്ടാണ്. നമ്മളിതിൻ്റെ പ്ലാനിങ് ഒരു 2 മാസം മുമ്പ് തന്നെ തുടങ്ങിയെങ്കിലും ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. റോഡരികിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കി അലങ്കാര വസ്തുക്കളാക്കി മാറ്റി. സ്ലാബുകൾ ഇരിപ്പിടങ്ങളായി, ബോട്ടിലുകളും ടിന്നുകളുമൊക്കെ ചെടിച്ചട്ടികളായും മാറ്റി. സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്കായി ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒരുക്കും. ആളുകൾക്ക് നിശ്ചിത സമയം വരെ വന്നിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. പാർക്കിൽ തണലിനായി മരം വയ്ക്കുന്ന കാര്യവും ആലോചനയിലാണ്. ഇരിക്കാനായി പുൽത്തകിടിയും ഒരുക്കും. എല്ലാ വസ്തുക്കളും പുനരുപയോഗ സാധ്യതയുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേസ്റ്റ് വണ്ടർ പാർക്ക്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളത്തിലെ ഒരു പാർക്കിനെ കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലുമൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23 ആവാസ വ്യവസ്ഥകളിലായി 350-ലേറെ ജീവികളാണ് നിലവിൽ പുത്തൂരിലുള്ളത്. മനോഹരമായ പ്രകൃതി ഭംഗിയിൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകുമെന്നതിൽ സംശയമില്ല. ഗ്ലാസ് മറയ്ക്കപ്പുറം വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന പുലിയും കൂടിന്റെ അഴികളില്ലാതെ തുറന്ന പ്രദേശത്ത് രാജകീയമായി വിലസുന്ന കടുവയുമെല്ലാം പാർക്കിലെത്തുന്നവർക്ക് ദൃശ്യവിസ്മയമൊരുക്കുന്നു. ജയിലഴിക്കുള്ളിലെ ജീവിതം അവസാനിപ്പിച്ചാണ് പല മൃഗങ്ങളും പുത്തൂരിലെ തുറന്നയിടത്ത് എത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ പുതിയ ഇടത്തോട് ഇണങ്ങി വരുന്നു. പാർക്ക് ഇനിയുമേറെ വിപുലീകരിക്കാനുണ്ടെങ്കിലും 30 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതിലൂടെ സഞ്ചാരികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. 1976 മുതൽ ആരംഭിച്ച തന്റെ പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 കണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്. കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് തെങ്ങ്, കഴുങ്ങ്, ജാതി, കുരുമുളക്, പിന്നുള്ള അനവധി തരം പഴവർഗ്ഗങ്ങൾ, ഔഷധസസ്യങ്ങൾ, അങ്ങേറ്റത്തെ വൈവിധ്യമാണ്. ആദ്യം പറഞ്ഞ 4-5 കൊണ്ട് എൻ്റെ കാർഷിക കുടുംബം എനിക്ക് മിതമായ ഒരു വരുമാനം കിട്ടും. ഞാൻ അതിൽ സംതൃപ്തനാണ്. പൂർണ്ണമായിട്ട് ജൈവ കൃഷിയാണ്. അപ്പോൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു.
ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഒരു ചെടിക്ക് എത്രത്തോളം ഉണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളകളിൽ വൈവിധ്യം കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ടത് തെങ്ങിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴുങ്ങിനാണ്. പിന്നെ ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60-70% സൂര്യപ്രകാശം വേണ്ടു. അപ്പോൾ ഇതിൽ തന്നെ മാംഗോസ്റ്റ് ഉണ്ട്, കാപ്പി ഉണ്ട്, ഏല ഉണ്ട്, മിക്ക ഫ്രൂട്ട്സുകളുണ്ട്. അങ്ങനെ മാക്സിമം വൈവിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മാവുകൾ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ഇങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. അതിൻ്റെ പല നാടൻ വെറൈറ്റികളും മിക്ക രാജ്യങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ തനത് മാവുകളായിട്ടുള്ളൊരു 450 വെറൈറ്റി ഇതിൻ്റെയൊക്കെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. 10-50 വെറൈറ്റി പ്ലാവുകളുണ്ട്. പിന്നെ അനവധി തരം പഴവർഗ്ഗങ്ങളുണ്ട്. മാമ്പഴ മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയും കൃഷിയിടവും. മാവുകൾക്ക് പുറമെ അടയ്ക്ക, ജാതിക്ക, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയും ഇദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. താൻ ആർജിച്ചെടുത്ത കാർഷിക അറിവുകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കായി പകർന്നു നൽകാൻ ഒരു പ്രത്യേക ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം സമീപിക്കുന്ന ഒരു മാതൃകാ ജൈവഭൂമി കൂടിയാണ് ഇത്. രാസവളങ്ങൾ പൂർണ്ണമായും അകറ്റി നിർത്തി സൂര്യപ്രകാശത്തെയും കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങളെയും കാലികളെയും വീട്ടുകുളത്തെയും വീട്ടുകാരുടെ അധ്വാനത്തെയും ആശ്രയിച്ചു മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളകളാണ് ഈ വീടിന് ചുറ്റുമുള്ള 4 ഏക്കർ കൃഷിയിടത്തിലുള്ളത്. പ്രകൃതിയെ മറക്കുന്ന ആധുനിക ലോകത്ത് വരും തലമുറയ്ക്കായി വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ജീവിതയാത്ര ഏവർക്കും വലിയ പ്രചോദനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഇക്കാര്യത്തിൽ ജപ്പാനെയാകും മാതൃകയാക്കുക. 2 മാസത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാകും. മുതിർന്നവരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം പരിഷ്കൃതമാകുന്നതെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. വയോജനങ്ങളെ പരിപാലിക്കാൻ ലോകത്തെന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജപ്പാനിലേത്. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന പരിധിയിൽ പ്രാദേശിക പരിചരണ കേന്ദ്രങ്ങളും ഡേ കെയർ സെന്ററുകളും ഉണ്ടാകും. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഈ മാതൃകകളൊക്കെ ഉൾക്കൊണ്ട് കേരളത്തിൽ വയോജന പരിരക്ഷ സാധ്യമാക്കിയാൽ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാകും. വിനോദസഞ്ചാരികൾക്ക് ഇനി തുറന്ന ബസ്സിൽ കോഴിക്കോടിന്റെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ മാനാഞ്ചിറ, കോഴിക്കോട് ബീച്ച്, സരോവരം ബയോ പാർക്ക് എന്നിവയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആദ്യം ആരംഭിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ സിറ്റി റൈഡ് ബസ്സിൽ മുകളിൽ 36 പേർക്കും താഴെ 28 പേർക്കും സഞ്ചരിക്കാം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് യാത്ര സാധ്യമാകുക. തുറന്ന അപ്പർ ഡെക്ക് യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് നിരക്ക്. 28 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സൗകര്യമാണ് ലഭ്യമാകുന്നത്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സൗകര്യമുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചുള്ള ഫയലാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ശ്രീ വി.ഡി. സതീശൻ ആദ്യം ഒപ്പിട്ടത്. സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നല്ല വാർത്ത. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavardha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.